ഹലോ ഗൈസ്, നമ്മൾ തന്നേക്കുന്നത് നമ്മുടെ മാർക്കറ്റ് പിക്കുമായിട്ടാണ്. മാർക്കറ്റ് പിക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ളത് എലമെൻ്റൽ പിക്ക് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റാർ പിക്ക് ചെയ്യുന്നില്ല, കാരണം വെർത്തല്ല ഗൈസ്. എലമെൻ്റൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് നല്ല രീതിക്ക് എന്താ പറയുക, ട്രേഡബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇതുവരെ റൊട്ടേഷൻ പിക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ പിക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും നോക്കണമല്ലോ. ഓക്കെ, എന്തായാലും കുലുബാലിനെ കിട്ടിയിട്ടുണ്ട്. ഒരു 18 മില്യൺ 20 മില്യൺ ആ ഒരു റേഞ്ച് കിട്ടുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മളുടെ എലമെൻ്റൽ പിക്ക് ചെയ്യാം. ഞങ്ങളുടെ എലമെൻ്റൽ പിക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. ഏതെങ്കിലും ഡബ്ല്യു പ്ലെയറെ കിട്ടിയാലോ. ഓക്കെ, ഗൈസ് 30 ഷാർഡ് ഡോ. എനിക്ക് തോന്നുന്നു ഡിസയർ ഡോയ്ക്ക് എന്തായാലും ഒരു 50 മില്യൺ 40 മില്യണെങ്കിലും മിനിമം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ എടുക്കുവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം. ഫ്രാൻസ് ലെഫ്റ്റ് വിങ്, ഇതൊന്നും തുടക്കത്തിൽ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഡോയിൻ്റെ കാർഡ്. ഓക്കെ, മൊത്തം ഒരു അത്യാവശ്യം ചെറിയ പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താണോ കിട്ടുന്നതെന്ന് നോക്കാം. സെക്കൻഡ് അക്കൗണ്ടാന്ന് തോന്നുന്നു. ഫ്രീ പിക്ക് എന്തായാലും ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങൾക്ക് ആരാണ് കിടലം പോലെ കിട്ടിയിട്ടുള്ളതെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. സ്റ്റിൽ സ്റ്റാർ പിക്ക് ചെയ്യുന്നില്ല. സ്റ്റാർ പിക്കിന് പകരം എലമെൻ്റൽ പിക്ക് തന്നെ രണ്ടും ചെയ്യാം, കാരണം നല്ലൊരു ട്രേഡബിൾ പ്ലെയറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ട്രേഡബിൾ പ്ലെയറെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഗൈസ് നമുക്ക്. ഓക്കെ, ആരാണ്? ഗൈസ് പവാഡിൻ്റെ കാർഡാണ്. എന്തായാലും ഡബ്ല്യു തന്നെയാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ 100-107 ഒരു 104 കിട്ടുന്നത് നല്ലതാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഗൈസ് കിടിലം പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ടോട്ട്സിലെ ഡോംബിയ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. എന്തായാലും നമ്മളെ ഹീറോ കാർഡായിട്ടുള്ള പുള്ളിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി മേ ബി എന്നല്ല, എന്തായാലും ഒരു 200 മില്യൻ്റെ മേളിൽ വർത്തായിരിക്കും. നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യണം ഇനി. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു 107 ഇങ്ങനെ കിട്ടുന്നത്. നമുക്കിനി ക്ലെയിം ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനത്തെ ഒരു കിടിലൻ കാർഡ് എന്താ പറയുക നമ്മളെ മാർക്കറ്റ് പിക്കെന്ന് ആക്കുന്നത്, അതും ട്രേഡബിൾ കേസ്. ഓക്കെ, നമുക്ക് വോക്കൗട്ട് കാണാം. സ്ട്രൈക്കർ ഹീറോ ആരാണ്? നമ്മളെ സ്വന്തം ഡൊയ്ബിയ അങ്ങനെന്തോ ആണ്. ഓക്കെ, 245 മില്യൺ, മൊത്തം 250 മില്യൺ വെർത്തായിട്ടുണ്ട്. ആൻഡ് കേസ് ഇനി നമ്മളെ മെയിൻ അക്കൗണ്ടിലാണ് ലാസ്റ്റത്തത്. മെയിൻ അക്കൗണ്ടിൽ പിന്നെ കാര്യമായിട്ട് ലക്കൊന്നും ഉണ്ടാവില്ല. ഒരു 104 കിട്ടി, ഇല്ലെങ്കിൽ കിട്ടൂല. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഗൈസ് 105 പെഡ്രോനെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മില്യൺ 50 മില്യൺ കിട്ടുമായിരിക്കണം, പ്രതീക്ഷിക്കാം. അങ്ങനെ ഉറപ്പൊന്നുമില്ല ഗൈസ്. അതിന് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് 107 ഹീറോനെ കിട്ടിയത് ഒരു ഡബ്ല്യു സംഭവം തന്നെയാണ് ഗൈസ്. കാരണം ട്രേഡബിളിനെ അങ്ങനെ പാക്ക് ചെയ്യാറ് കുറവാണ്. ഓക്കെ, എന്തായാലും ഷാർട്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഗൈസ്. 30 ഷാർട്സ് തന്നെയായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും അത് ക്ലെയിം ചെയ്യണം. നിങ്ങൾ ആദ്യം നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കെന്തായാലും ക്ലെയിം ചെയ്യാം ഗൈസ്. നമ്മളെന്തായാലും 700 സബിലോട്ട് അടുത്താണ് ഗൈസ്. എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കാം.